എന്നാൽ അവർ സൃഷ്ടിച്ചവനേക്കാൾ അധികം സൃഷ്ടിയെ ആരാധിച്ച് അതിന്റെ മുൻപാകെ വണങ്ങി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? Thinking themselves to be wise, they became fools. ജ്ഞാനികൾ എന്ന് വിചാരിച്ചവർ ഭോഷന്മാരായി തീർന്നുവെന്നാണ് നാം അവിടെ വായിക്കുന്നത്. Therefore God gave them up into their shameful lusts and deceptive heart. അങ്ങനെ മൂഢന്മാരായി തീർന്ന അവരെ അവരുടെ ദുഷ്കാമങ്ങൾക്ക്, അവരുടെ മനസ്സിന്റെ തിന്മയായിരിക്കുന്ന ചിന്തകൾക്ക് അടിമപ്പെടുവാനായിട്ട് ദൈവം വിട്ടുകളഞ്ഞുവെന്നാണ് അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത്. Corruption of their morals followed corruption of their minds. അവര് സാൻമാർഗിക ജീവിതത്തിൽ അവർക്കുണ്ടായ അധപതനത്തിന്റെ തുടക്കം അവരുടെ മനസ്സുകളിൽ ഉണ്ടായതായിരിക്കുന്ന തിന്മയുടെ ചിന്തകളാണ്. Kingdom of Satan begins in the mind, in what you choose to believe. പിശാചിന്റെ രാജ്യം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിലാണെന്ന് നാം പറഞ്ഞല്ലോ. നാം എന്ത് വിശ്വസിക്കാനായിട്ട് തീരുമാനിക്കുന്നോ അവിടെയാണ് ഒരു രാജ്യത്തിന്റെ തുടക്കം. Kingdom of God also begins in your mind. ദൈവരാജ്യവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സുകളിലാണ് തുടങ്ങുന്നത്. When you turn from falsehood to truth, അധർമ്മത്തെ, അസത്യത്തെ വിട്ടിട്ട് സത്യത്തിന്റെ പക്ഷത്തേക്ക് നാം തിരിയുമ്പോൾ, from idols to the living God, വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതും നാം മനസ്സുകൊണ്ടാണ്. So there are two kingdoms. രണ്ട് രാജ്യങ്ങളുണ്ട്. Kingdom of Satan, kingdom of God. സാത്താന്റെ രാജ്യം, അന്ധകാരത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം. Kingdom of darkness, kingdom of light. അന്ധകാരത്തിന്റെ രാജ്യം, വെളിച്ചത്തിന്റെ രാജ്യം. Kingdom of deception, kingdom of truth. വഞ്ചനയുടെ ഒരു രാജ്യം, സത്യത്തിന്റെ രാജ്യം. This is the kind of battle in which I am engaged, Jesus says to Pilate. പീലാത്തോസിന്റെ മുൻപാകെ നിന്നുകൊണ്ട് തികഞ്ഞ വ്യക്തതയിൽ യേശു പറയുകയാണ്, ഈ പോരാട്ടത്തിലാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്, സത്യത്തിന്റെ പക്ഷത്ത് ഞാൻ നിൽക്കുന്നു. Now what does this have to do with the challenge Christians facing today? ഇന്ന് ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം നേരിടുന്ന വെല്ലുവിളികൾ ഈ പറഞ്ഞ കാര്യവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? Why is this a political threat? Why should we be persecuted? ഇത് രാഷ്ട്രീയമായിരിക്കുന്ന ഒരു ഭീഷണിയാണെന്ന് കരുതി ഭരണാധികാരികൾ എന്തുകൊണ്ട് ക്രൈസ്തവരെ പീഡിപ്പിക്കണം? The answer is actually quite simple. ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. A long time ago I was a school kid. വർഷങ്ങൾക്ക് മുൻപേ ഞാൻ സ്കൂളിൽ ബാലനായിട്ട് പഠിച്ച സമയം We ഓർക്കുന്നു. went on a hike. ഞങ്ങള് ഒരു ടൂറിന് പോയി. Along the mountains. ഞങ്ങള് പർവ്വത പ്രദേശത്തിൽ ഒരു മല കയറാനായിട്ട് പോയി. There is a seasonal monsoon river. മൺസൂൺ കാലഘട്ടത്തിൽ മഴക്കാലത്ത് രൂപപ്പെടുന്ന ഒരു ചെറിയ നദിയുണ്ട്. It brings lots of stones from the hills down into the plains. മല വെള്ളപ്പാച്ചിലിൽ ഇങ്ങനെ മുകളിൽ നിന്നും പാറ കഷണങ്ങൾ താഴേക്ക് ഒഴുകി വരും. As stones roll, they get polished. മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട കല്ലുകൾ വരുമ്പോൾ അത് അനേക ദൂരം ഇങ്ങനെ തട്ടിമുട്ടി വെള്ളത്തിൽ ഒഴുകി വരുമ്പോൾ അത് വളരെ മാർദ്ദവമുള്ളതായി, മിനുസമുള്ളതായി തീരുന്നു. So there are millions of good looking stones all over where we are walking. അങ്ങനെ പോയിട്ടുള്ള നിങ്ങളും അത് കണ്ടിട്ടുണ്ടാകും. ആയിരക്കണക്കിന് അങ്ങനെയുള്ളതായിരിക്കുന്ന പെബിൾസ്, വെള്ളാരം കല്ലുകൾ, വളരെ ഉപരിതലത്തിൽ മിനുസമുള്ള കല്ലുകൾ ഈ നദികളിൽ കാണാൻ കഴിയും. Somebody has taken a stone, ആരോ അതിലൊരു കല്ലെടുത്തു, painted it saffron. ആ കല്ലിന്റെ മുകളില് ഈ കുങ്കുമ നിറം പെയിന്റ് അടിച്ചു. Put it under a tree. ഒരു മരത്തിന്റെ കീഴിൽ ഈ കല്ല് വെച്ചു. And put garlands over it. ആ കല്ലിന് അല്പം വലിപ്പമുള്ള ഈ മനോഹരമായ കല്ലിന്റെ മുകളിൽ ഒരു മാല അണിയിച്ചു. People have come and burn incense. ആളുകൾ വന്നിട്ട് അതിന്റെ മുൻപാകെ തിരി കത്തിക്കാൻ തുടങ്ങി, സുഗന്ധവർഗ്ഗങ്ങൾ. We are little boys, we are walking there. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ ഒരു ബാലനായിട്ട് ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. One of my classmates bows down before this stone. ഈ മരത്തിന്റെ കീഴിലുള്ളതായിരിക്കുന്ന പൂമാല ചാർത്തപ്പെട്ടതായിരിക്കുന്ന ഈ കല്ലിനെ എൻ്റെ സഹപാഠിയായ ഒരു സ്നേഹിതൻ ഇങ്ങനെ കുനിഞ്ഞു വണങ്ങുന്നു. So another naughty boy teases him. മറ്റേ ഒരു ശുണ്ഠിക്കാരനായ പയ്യന് അവനെ കളിയാക്കുകയാണ്. Is this stone a god? അവനോട് ചോദിക്കുന്നു, ഈ കല്ല് ദൈവമാണോ? Without blinking his eyes, the student says, ഒരു ഇമ പോലും വെട്ടാതെ ഈ കുനിഞ്ഞു വണങ്ങിയ ബാലൻ പറയുകയാണ്, if you believe it's God, if you don't believe it's a stone. അവൻ പറഞ്ഞ മറുപടി രസകരമാണ്. നിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ദൈവമാണ്, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വെറും കല്ലാണ്. മാനോ ദ ഭഗവാൻ ഹൈ, ന മാനോ ദ പത്ഥർ ഹൈ. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഭഗവാനാണ്, വിശ്വാസം ഇല്ലെങ്കിൽ വെറും കല്ലാണ്. What is truth is irrelevant.
സത്യം എന്താണെന്നുള്ളതിന് ഇവിടെ പ്രസക്തിയേ ഇല്ല. Faith is what matters. വിശ്വാസമാണ് ഇവിടെ പരമപ്രധാനം. If you believe it is God, if you don't believe, it's only a stone. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് ദൈവമാണ്, വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് നിർജീവമായിരിക്കുന്ന ഒരു Don't ask കല്ലാണ്. the question whether this is actually God. അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ഈ കല്ല് ദൈവമാണോ എന്നുള്ള ചോദ്യം ചോദിക്കല്ലേ, അതിനൊരു പ്രസക്തിയുമില്ല. All gods are created by human beings. They are myths. ലോകത്തിലുള്ള അങ്ങനെയുള്ള അനേക ദൈവങ്ങളുണ്ടല്ലോ, ഈ എല്ലാം മനുഷ്യ മനസ്സിന്റെ സൃഷ്ടിയാണ്, എല്ലാം It കെട്ടുകഥകളാണ്. is your faith that makes them God. അത് ഓരോ വ്യക്തിയുടെയും വിശ്വാസമാണ് ഇങ്ങനെയുള്ള മനുഷ്യ നിർമ്മിതമായിരിക്കുന്ന ദൈവങ്ങളെ ദൈവങ്ങളാക്കുന്നത്. Now, if you want me, I doubt, I don't believe this is God. നിങ്ങൾ Suppose I don't believe this is God. ഇത് ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് വിചാരിക്കുക. If you want me to worship as God, അത് ദൈവമാണെന്നുള്ള നിലയിൽ ഞാൻ അതിനെ ആരാധിക്കണമെങ്കിൽ you have to force me, you have to use coercion. അങ്ങനെ വിശ്വാസമില്ലാത്ത എന്നെ കൊണ്ട് ഈ വിഗ്രഹത്തിന്റെ മുൻപാകെ വണങ്ങി ആരാധിപ്പിക്കണമെന്ന് വരിൽ നിങ്ങൾക്ക് പുറമേ നിന്ന് സമ്മർദ്ദം ഉപയോഗിച്ചേ പറ്റൂ. Because if religion is not about truth, if religion is about faith, അതുകൊണ്ട് മതം സത്യത്തിൽ അധിഷ്ഠിതമാകാതെ കേവലം എന്തോ വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമാണെങ്കിൽ then you can't debate faith. You have to either accept it or be forced to accept it. അങ്ങനെയാണെങ്കിൽ നിന്റെ വിശ്വാസം സത്യത്തിൽ അധിഷ്ഠിതമാണോ എന്നുള്ള ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല. നിങ്ങൾ ഒന്നുകിൽ വിശ്വസിക്കുക, ആരാധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുറത്താക്കപ്പെടും. So a religious faith without truth has to be based on coercion, on force. വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, സത്യത്തിൽ അധിഷ്ഠിതമല്ലാത്തതായിരിക്കുന്ന ഏത് മതവിശ്വാസവും ഒരുവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അത് അകത്തു നിന്ന് വരുന്ന വിശ്വാസമല്ല. That's why Pharisees are forcing people that if you say Jesus is Messiah, we'll persecute you. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ പരീശന്മാർ ജനത്തോട് പറഞ്ഞത്, ഈ നസ്രത്തിലെ തച്ചനാണ് എന്ന് കരുതപ്പെടുന്ന ഈ യേശു ദൈവമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. Because myths are based on deception and force. കെട്ടുകഥകളെ ആധാരമാക്കിയുള്ളതായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങള് ശക്തി കൊണ്ട് മാത്രമേ, പുറത്തു നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. Truth can be debated, investigated, cross-examined. യഥാർത്ഥത്തിലുള്ള സത്യമാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകളാകാം, യുക്തിസഹമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം, അത് ഹൃദയങ്ങളിൽ സ്വീകരിക്കപ്പെടാം. One very important thing about the whole Gospel of John, യോഹന്നാന്റെ സുവിശേഷം മുഴുവനും എടുത്താൽ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. it's about that Jesus is about truth. യേശു സത്യമാണെന്നുള്ള വിഷയത്തിനാണ് ഈ സുവിശേഷകൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. And because he is about truth, യേശു സത്യമാണ് എന്നുള്ള വിഷയം അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. he brings freedom. Truth sets us free. അവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, യേശു തന്നെ പറയുന്നുണ്ട്, സത്യം, ഞാൻ സത്യമാണ്, പക്ഷെ സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. Freedom depends not on democracy and election but on truth. അതുകൊണ്ട് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിലോ തിരഞ്ഞെടുപ്പിലോ ഒന്നും അടിസ്ഥാനപ്പെട്ടല്ല ഇരിക്കുന്നത്. ദൈവത്തിന്റെ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത്. So the challenge before Christians and challenge before India is, അതുകൊണ്ട് ഭാരതത്തിലെ ക്രൈസ്തവരുടെ മുൻപാകെ, ഈ രാഷ്ട്രത്തിന്റെ മുൻപാകെയുള്ള യഥാർത്ഥ വെല്ലുവിളി ഇതാണ്: whether India will be a free nation based on truth or whether India will be a slave nation where myths are enforced. അതുകൊണ്ട് നാം അധിവസിക്കുന്ന ഈ ഭാരതം സത്യത്തിൽ അടിസ്ഥാനപ്പെട്ടുള്ളതായിരിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായിരിക്കുമോ, അതോ കെട്ടുകഥകളെ, കിഴവിക്കഥകളെ ആധാരമാക്കിയുള്ളതായിരിക്കുന്ന ഒരു നിർബന്ധപൂർവ്വം ആരാധിപ്പിക്കുന്ന ഒരു രാജ്യമാകുമോ? We'll take 5 more minutes before we come to actually discussion of John 18. യോഹന്നാൻ 18-ൽ ഞാൻ വായിച്ച ഭാഗത്തേക്ക് വരുന്നതിന് മുൻപേ ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കട്ടെ. Let me just take 5 minutes to run through the Gospel of John. യോഹന്നാന്റെ സുവിശേഷത്തിലെ കൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുവാൻ ഞാൻ ഈ 5 മിനിറ്റ് സമയമെടുക്കാം. In John chapter 1, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ John brands Jesus. യേശുവിന് യോഹന്നാൻ ഒരു പേര് കൊടുക്കുകയാണ്. He says, law came through Moses. This is John 1:17. Law came through Moses, grace and truth came through Jesus. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ
സുവിശേഷകൻ പറയുകയാണ്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. So what is Jesus' brand? യേശുക്രിസ്തുവിന്റെ ബ്രാൻഡ് നെയിം എന്താണ്? അവനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? It's not faith. വിശ്വാസം എന്നൊരു പദം പോലും അവിടെ ഇല്ല. Jesus is about grace and truth. യേശുവിനെ കുറിച്ച് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? കൃപ, സത്യം. ഈ രണ്ട് പദങ്ങളാണ്. Jesus' brand is truth. യേശുക്രിസ്തുവിന്റെ ബ്രാൻഡ് അവന്റെ മേലെടുത്ത സത്യമാണ്. That's why he liberates. അതുകൊണ്ടാണ് അവൻ സത്യമായതുകൊണ്ടാണ്, സത്യം കൊണ്ട് വന്നതുകൊണ്ടാണ് അവന് നമ്മെ സ്വതന്ത്രരാക്കാൻ കഴിയുന്നത്. In John chapter 4, യോഹന്നാന്റെ സുവിശേഷം 4-ാം the അധ്യായത്തിൽ Samaritan woman is arguing with Jesus. ശമരിയക്കാരത്തിയായ സ്ത്രീ യേശുവുമായിട്ട് തർക്കിക്കുകയാണ്, സംസാരിക്കുകയാണ്. Our fathers worshipped on this mountain. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലെ ഗെരസീം മലയിലാണ് ആരാധിച്ചത്. You Jews say that we must go to Jerusalem to the temple to worship. യേശു ഒരു യഹൂദനാണെന്ന് അവൾക്കറിയാം, അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ യഹൂദന്മാർ യെരൂശലേമിലാണ് ആരാധിക്കേണ്ടതെന്ന് പറയുന്നു. Jesus says, don't make idol here or there. യേശു പറയാണ്, അവിടെയുമല്ല, ആ മലയിലല്ല, യെരൂശലേമിലുമല്ല. God is a spirit. ദൈവം ആത്മാവാണെന്നുള്ള സത്യം യേശു ഈ സ്ത്രീയോട് പറയുന്നു. You can't worship mountains and trees and plants and animals. അതുകൊണ്ട് നിങ്ങൾക്ക് പർവ്വതങ്ങളെയും മൃഗജാലങ്ങളെയും പക്ഷികളെയും ഒന്നും അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. Because God is a spirit, he is seeking worshippers who will worship him in spirit and in truth. ആത്മാവാകുന്ന ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇന്നും ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുന്നവരെയാണ്. Don't make idols for yourself. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഗ്രഹവും ഉണ്ടായിക്കൂടാ, ഒരു മലയോ മറ്റൊരു സ്ഥലമോ. Because what you say that this is God is not God's image. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ സാന്നിധ്യം ആരോപിച്ച് എവിടെയെങ്കിലും പോയി ആരാധിച്ചാൽ അത് ദൈവത്തിന്റെ സാദൃശ്യമല്ല. അവിടെ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയില്ല. If you want to love and serve God's image, love your neighbor. യേശുവിന്റെ വാക്കുകൾ നമുക്ക് ഇങ്ങനെയും പറയാം, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണമെന്ന് വരികിൽ, സ്നേഹിക്കണമെന്ന് വരികിൽ, ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിന്റെ സഹോദരനെ നീ സ്നേഹിക്കുക. Because your neighbor is made in God's image. കാരണം നിന്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി, നിന്റെ അയൽക്കാരൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. You call him Samaritan. നീ അവനെ ശമരിയക്കാരനെന്ന് പേര് വിളിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നു. You call him Shudra, untouchable. അവനെ ശൂദ്രനെന്നും അസ്പൃശ്യനെന്നും തൊട്ടുകൂടാത്തവനെന്നും വിളിച്ചു മാറ്റി നിർത്തുന്നു. Snake and mountains and rivers. അതുകൊണ്ട് പാമ്പുകളെയും മലകളെയും നദികളെയും ഒക്കെ ആരാധിക്കുന്ന തലത്തിലേക്ക് അധപ്പതിക്കുകയാണ്. Love your neighbor, he is God's image. ദൈവ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ ഒരു സാദൃശ്യത്തെ നിനക്ക് സ്നേഹിക്കണമെങ്കിൽ, വണങ്ങണമെങ്കിൽ നിന്റെ അയൽക്കാരനെ വണങ്ങുക, ബഹുമാനിക്കുക. അവനാണ് ദൈവ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയത്. You can turn around and disagree with him. ഒരുപക്ഷെങ്കിൽ അവൻ വിശ്വസിക്കുന്ന, അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളോടും നിങ്ങൾക്ക് യോജിപ്പാൻ കഴിഞ്ഞെന്ന് വരികയില്ല. If you only knew my neighbor, you wouldn't say this nonsense. ഒരുപക്ഷെ നിങ്ങൾ ചിലർ എന്നോട് പറയുന്നുണ്ടായിരിക്കാം, എന്റെ അയൽക്കാരനെ താങ്കൾക്ക് അറിയത്തില്ല, അറിയുമായിരുന്നെങ്കിൽ ഈ പ്രസ്താവന നടത്തുമായിരുന്നു. My neighbor has started lots of court cases against my father and my father had a heart attack. എന്റെ അയൽക്കാരന് എന്റെ അപ്പനെതിരെ കോടതിയിൽ എത്ര കേസാ കൊടുത്തെന്നറിയാമോ? എന്റെ അപ്പൻ നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു, ഹൃദ്രോഗിയായി മാറി. അതൊന്നും അറിയാതെയാണ് ഇങ്ങനൊക്കെ പറയുന്നത്. I hate my neighbor because he is devil's image. എന്റെ അയൽക്കാരനെ ഞാൻ മുഴുവൻ ഹൃദയം കൊണ്ടും വെറുക്കുന്നു, കാരണം അവൻ ദൈവസാദൃശ്യത്തിൽ ഉണ്ടാക്കിയവനല്ല, അവൻ പിശാചിന്റെ തനി രൂപമാണ്. You can disagree with Jesus. നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ യേശുവിനോട് വിയോജിക്കാം, but he will agree with you. എന്നാൽ യേശു നിങ്ങളോട് യോജിക്കാൻ തയ്യാറാണ്. Yes, your neighbor is Satan's image today. യേശു നിങ്ങളോട് അപ്പോൾ പറയും, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ അയൽവാസി പിശാചിന്റെ സ്വരൂപത്തിലായിരിക്കാം. You know what? എന്നാൽ ഒരു കാര്യം നീ അറിയുന്നുണ്ടോ? Even you are devil's image. നീയും ഇപ്പോഴേ പിശാചിന്റെ പ്രതിരൂപമാണ്. Because the image of God in human beings has been marred, destroyed. ദൈവസാദൃശ്യത്തിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വീഴ്ച സംഭവിച്ചപ്പോൾ ആ ദൈവസാദൃശ്യത്തിന് കോട്ടം തട്ടി ഇന്ന് നാം ദൈവത്തിന്റെ കൃത്യമായ രൂപത്തിലല്ല. I have come here to restore God's image in you. യേശുവിന് പറയാനുള്ളത്, ആ നഷ്ടപ്പെട്ടു പോയതായിരിക്കുന്ന ദൈവത്തിന്റെ സ്വരൂപം നിങ്ങൾക്ക് മടക്കി നൽകുവാനാണ് ഞാൻ വന്നത്. So the scripture says that Jesus is the true image of the invisible God. തിരുവചനം പറയുന്നു, അദൃശ്യനായിരിക്കുന്ന ദൈവത്തിന്റെ യഥാർത്ഥ പ്രതിമയാണ് കർത്താവായ യേശു. If you want to love and serve God's image, love Jesus, serve Jesus.
അതുകൊണ്ട് ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കുവാൻ, അവന്റെ രൂപം കണ്ട് ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് വന്ന, പ്രതിമയായി വന്ന യേശുവിനെ സ്നേഹിക്കുക, ആരാധിക്കുക. God is a spirit. Those who worship him must worship him in spirit and in truth. ദൈവം ആത്മാവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. In John chapter 8, Jesus says, if you abide in my word, യോഹന്നാൻ 8-ാം അധ്യായത്തിൽ യേശു പറയുന്നു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ you will know the truth and the truth will set you free. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. If the Son shall make you free, you shall be free indeed. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരും. You can know the truth നിങ്ങൾക്ക് സത്യം അറിയുവാൻ കഴിയും. because God has revealed truth. കാരണം ദൈവം സത്യം വെളിപ്പെടുത്തി The കഴിഞ്ഞിരിക്കുന്നു. word has become flesh വചനം ജഡമായി തീർന്നു. and his word is truth. അവന്റെ വചനം സത്യമാണ്. You can know the truth. നിങ്ങൾക്ക് സത്യം അറിയുക സാധ്യമാണ്. That is the secret of freedom, not elections. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ രഹസ്യം ഈ സത്യം ഗ്രഹിക്കുക എന്നുള്ളതാണ്. ജനാധിപത്യവും തിരഞ്ഞെടുപ്പും കൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല. In John chapter 14, Jesus says, I am the truth. യോഹന്നാൻ 14 യേശു പറയുന്നു, That's John ഞാൻ 14:6. സത്യമാണ്. 3 times in John 14, John 15 and John 16. യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിൽ ആവർത്തിച്ച് 3 പ്രാവശ്യം യേശു പറയുന്നു. Jesus says that I want to teach you truth. യേശു പറഞ്ഞത്, നിങ്ങളെ സത്യം ഗ്രഹിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. You can't bear it now. എന്നാൽ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഇപ്പോ So I കഴിയുകയില്ല. can't teach you all the truth. അതുകൊണ്ട് ആ സകല സത്യവും നിങ്ങളെ ഇപ്പൊ പഠിപ്പിച്ചു തരാൻ എനിക്ക് Therefore I'll കഴിയത്തില്ല. send you the spirit of truth. എന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ അയക്കും. He will lead you into all truth. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. And then once you get to know truth, you will become my witnesses. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സത്യം അറിയുന്നവരായി കഴിയുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളായി തീരും. Because the spirit of truth will not speak on his own, but he will speak what he knows from the Father and from the Son. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ സ്വയമായി സംസാരിക്കാതെ പിതാവിൽ നിന്ന് കേട്ടറിഞ്ഞതായിരിക്കുന്ന ദൈവിക സത്യങ്ങളെ ആയിരിക്കും അവൻ പ്രഘോഷിക്കുന്നത്. He will not be a storyteller, he will bear witness to the truth. അവൻ വെറും കഥ പറയുന്ന വ്യക്തിയായിരിക്കില്ല, മറിച്ച് ദൈവത്തിന്റെ സത്യത്തിന്റെ നേർക്കാഴ്ച കണ്ട് സാക്ഷ്യം പറയുന്ന വ്യക്തിയായിരിക്കും. Therefore you will become witnesses. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ സാക്ഷികളാകുവാൻ And കഴിയും. now here he stands before Pilate and says that for this reason I was born, for this purpose I have come to bear witness to the truth. അതുകൊണ്ട് ഇതാ ന്യായവിസ്താരത്തിൽ പീലാത്തോസിന് മുമ്പിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ്, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായി ഞാൻ വന്നിരിക്കുന്നു. Pilate says, what is truth? പീലാത്തോസ് അവനോട് ചോദിക്കുകയാണ്, എന്താ ഈ സത്യമെന്ന് വെച്ചാൽ? Well, could Pilate have said to the Jews, പീലാത്തോസിന് യഹൂദന്മാരോട് ഇങ്ങനെ പറയാമായിരുന്നു, you know, I have been a governor in many provinces. ഞാൻ റോമൻ സാമ്രാജ്യത്തിന്റെ പല പ്രവിശ്യകളിലും ഞാൻ ഗവർണറായിട്ട് ഇരുന്നിട്ടുണ്ട്. I have never met a man who knows the truth. സത്യം അറിയാവുന്ന ഒരാളെ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. Now that you have brought him to me, അതുകൊണ്ട് നിങ്ങൾ അവനെ, യേശുവിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നല്ലോ. tomorrow is Sabbath. നാളെ ശബത്ത് ദിവസമാണ്. So why don't you guys go and celebrate Sabbath, then come back, we will hang him after the Passover. After Sabbath. അപ്പോൾ ശബത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശബത്തൊക്കെ ആചരിച്ചിട്ട് പിന്നെ വന്നാട്ട് അത് കഴിഞ്ഞ് നമുക്ക് അവനെ കഴുകുമരത്തിൽ കയറ്റാം. Let me have fun with him this weekend and I'll learn all about truth. ഈ ആഴ്ച ഒടുവിലത്തെ ഈ മണിക്കൂറുകള് അവനെ എനിക്ക് വിട്ടുതരിക, സത്യം എന്താണെന്നുള്ളത് ഞാനൊന്ന് പഠിക്കട്ടെ. Could Pilate have said, leave him here with me and I'll learn all about truth and then we can crucify him? സത്യമൊക്കെ പഠിക്കാനായിട്ട് ഈ വീക്കെൻഡ്, ഈ മണിക്കൂറുകൾ എനിക്ക് ആവശ്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവനെ ക്രൂശിക്കാമെന്ന് പീലാത്തോസിന് പറയാൻ കഴിയുമായിരുന്നോ? Pilate could have said that. അവനത് പറയാനുള്ള സാധ്യതയുണ്ടായിരുന്നു. Jews would have accepted it. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ യഹൂദന്മാർ നിശ്ചയമായിട്ടും ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അംഗീകരിച്ചേനെ. But he had no patience for truth, no time for truth. എന്നാൽ പീലാത്തോസ് ആ ചോദ്യം ചോദിച്ചെന്ന് വരികിലും സത്യത്തിന് വേണ്ടിയുള്ള ദാഹമോ സത്യത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയമോ അവനുണ്ടായിരുന്നില്ല. He just mocks what is truth but has no answer. അവന്റെ വാക്കുകൾ പരിഹാസ ചുവയോടെ ഉള്ളതാണ്. എന്നാ സത്യമാ? ഇതാ യേശു പറഞ്ഞ, പീലാത്തോസ് പറഞ്ഞതിന്റെ അർത്ഥം. Why? എന്ത് സത്യം? Didn't he know Satyamev Jayate? അവൻ അറിയത്തില്ലായിരുന്നോ നമ്മുടെ ആർഷഭാരതത്തിന്റെ മുദ്രാവാക്യം സത്യമേവ ജയതേ, സത്യം മാത്രം ജയിക്കും.
He knew perfectly well what Satyamev Jayate means. ആ സത്യം ആത്യന്തികമായിട്ട് ജയിക്കുമെന്നുള്ള കാര്യം പീലാത്തോസിനും അറിയാമായിരുന്നു. That's why he had no patience for Jesus. അതുകൊണ്ടാണ് യേശുവിന് വേണ്ടി അവന്റെ മനസ്സിൽ അല്പം പോലും സഹിഷ്ണുത ഇല്ലാതെ പോയത്. 300 years before Jesus, യേശുവിന് 300 വർഷങ്ങൾക്ക് മുൻപ് Alexander the Great had come up to India. ഭാരതത്തിന്റെ അതിർത്തി വരെയും മഹാനായ അലക്സാണ്ടർ യുദ്ധം നയിച്ചു വന്നു. For a couple of centuries before him, എന്നാൽ അലക്സാണ്ടറിന്റെ ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുൻപ് Greek philosophers had thought that the human mind, human intellect, logic could know truth. ഗ്രീസിലുള്ളതായിരിക്കുന്ന തത്വചിന്തകന്മാർ വിചാരിച്ചിരുന്നു മനുഷ്യ മനസ്സിന് സത്യത്തെ അപഗ്രഥിച്ച് ഗ്രഹിക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്ന്. Logic can know truth. യുക്തി കൊണ്ട് നമുക്ക് സത്യത്തെ ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഗ്രീക്ക് ചിന്തകന്മാർ പഠിപ്പിച്ചു. Why can logic know truth? What is logic? എന്താണ് യുക്തി എന്ന് പറഞ്ഞാൽ യുക്തി കൊണ്ട് എങ്ങനെയാണ് സത്യം ഗ്രഹിക്കുന്നത്? Why should truth be related to logic? എന്തുകൊണ്ട് സത്യം യുക്തിയുമായിട്ട് ബന്ധപ്പെടുത്തണം? The Greek philosopher said, because in the beginning there is logos. ഗ്രീക്ക് തത്വജ്ഞന്മാര് ഈ കാര്യം കണ്ടെത്തി. ആദിയിൽ വചനമുണ്ടായിരുന്നു, ലോഗോസ് എന്നാണ് ഗ്രീക്കിലെ ആ പദം. That's what John is saying. In the beginning was the word. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ലോഗോസ് ഉണ്ടായിരുന്നു. What is word? എന്താണ് വചനം? വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? The fan is making now noise, or the truck there is honking horn. The fan is making noise. ഈ ഫാന് ഇപ്പോൾ ശബ്ദം ഉണ്ടാകുന്നുണ്ട്, ചെറിയ തോതിലാണെങ്കിലും. അതുപോലെ വെളിയിൽ കാറ് ഹോൺ അടിക്കുമ്പോൾ ശബ്ദമുണ്ട്. What's the difference between noise and word? കുറെ ശബ്ദം എന്നുള്ളതിൽ നിന്നും വചനത്തിന് എന്താ വ്യത്യാസമുള്ളത്? What's the difference between mantra and word? മന്ത്രം എന്ന് പറയുന്ന ആ പദത്തിനും വചനം എന്ന പദത്തിനും തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? Om is a mantra. ഓം എന്ന് പറയുന്ന ആദിയിലെ വചനം എന്ന് പറയുന്നത് ഒരു മന്ത്രമാണ്. അതിന്റെ അർത്ഥം എന്താണ്? It has no meaning. അതിന് ഒരു പ്രത്യേക അർത്ഥവുമില്ല. It is sound without sense. അത് പ്രത്യേകമായിരിക്കുന്ന ഒരു അർത്ഥതലവുമില്ലാത്ത കേവല ശബ്ദമാണ്. Word means sense, reason, logic. എന്നാൽ വചനമെന്ന് സുവിശേഷകനായ യോഹന്നാൻ പറയുമ്പോൾ അവിടെ യുക്തിയുണ്ട്, അവിടെ അർത്ഥതലങ്ങളുണ്ട്. The Greeks use the term logos for spoken word as well as word in the mind which is not spoken yet. ഗ്രീക്ക് തത്വജ്ഞാനികൾ ലോഗോസ് വചനം എന്ന പദം ഉപയോഗിക്കുമ്പോൾ സംസാരിക്കുന്ന ഉച്ചരിക്കുന്ന വാക്കുകൾ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ നാം ചിന്തിക്കുന്ന വാക്കുകളും അവരതിൽ ഉൾപ്പെടുത്തി. So in the beginning is reason, in the beginning is logic, in the beginning is sense, in the beginning is wisdom. It's with God. യോഹന്നാൻ പറഞ്ഞത് മറ്റൊരു വിധത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആദിയിൽ ജ്ഞാനമുണ്ടായിരുന്നു, യുക്തി ഉണ്ടായിരുന്നു, അവിടെ ബോധമുണ്ടായിരുന്നു, അതെല്ലാം ദൈവത്തിലായിരുന്നു അധിഷ്ഠിതമായിരുന്നത്. But Greeks had a problem. എന്നാൽ ഗ്രീക്ക് തത്വജ്ഞാനികൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. Where does this logos live? ഈ ലോഗോസ് എവിടെയാണ് ജീവിക്കുന്നത്? Where does this logos come from? ഈ വചനം എവിടെ നിന്നാണ് വരുന്നത്? Go ahead. It's okay. It's okay. I have mic. Okay. We can have water break. ജീവജലത്തിന്റെ ഉറവ ഇതല്ല കേട്ടോ, അത്യാവശ്യം കൊണ്ട് കുടിക്കുന്നതാണ്. So Greeks who believed in logic, യുക്തിയിൽ വിശ്വസിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകർ, they had become skeptics that the human mind cannot know. മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിപ്പാൻ കഴിയത്തില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ അവരെത്തി. So when Alexander came to India, മഹാനായ അലക്സാണ്ടർ ഭാരതത്തിന്റെ അതിർത്തിയിൽ വന്നപ്പോൾ he traveled with philosophers because Aristotle had trained Alexander to be a philosopher king. വാസ്തവത്തിൽ അലക്സാണ്ടറുടെ സമകാലികനായിരുന്ന അരിസ്റ്റോട്ടിൽ, ഗ്രീക്ക് ചിന്തകന് അലക്സാണ്ടറെ ഒരു തത്വജ്ഞാനിയായ രാജാവാകുവാൻ അഭ്യസിപ്പിച്ചിരുന്നവനാകിയാൽ അരിസ്റ്റോട്ടിലിന്റെ അകമ്പടിയോടെയാണ് അലക്സാണ്ടർ യാത്ര തുടർന്നത്. One of the philosophers who traveled with Alexander, അലക്സാണ്ടറോടൊപ്പം യാത്ര ചെയ്തിരുന്ന ഒരു തത്വചിന്തകൻ was Spiro. He was a skeptic. സ്പൈറോ എന്നു പേരുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവന് സംശയദൃഷ്ടിയോടെ എല്ലാത്തിനെയും He കാണുന്നവനായിരുന്നു. doubted that human mind can know truth.
മനുഷ്യ മനസ്സുകൾക്ക് സത്യത്തെ ഗ്രഹിപ്പാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് സംശയാലുവായിരുന്നു സ്പൈറോ. So in Pakistan, what is now Pakistan, Alexander met some Buddhist ascetics. ഇന്ന് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന അന്ന് ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നിടത്ത് ചില ബുദ്ധമത ആചാര്യന്മാരെ അലക്സാണ്ടർ കണ്ടുമുട്ടി. These Buddhist sadhus lived naked. നഗ്നരായിട്ട് കഴിഞ്ഞിരുന്ന ബുദ്ധ സന്യാസിമാരെ അലക്സാണ്ടർ കണ്ടുമുട്ടി. But they were brilliant. എന്നാൽ അവര് വളരെ സമർത്ഥരായ മനസ്സുള്ളവരായിരുന്നു. They interacted with Pyrrho. ഈ സ്പൈറോ എന്ന് പറയുന്ന ഗ്രീക്ക് ചിന്തകനുമായിട്ട് അവർ സംവാദത്തിൽ ഏർപ്പെട്ടു. They turned his skepticism into absolute skepticism, absolute doubt. അല്പം സംശയമായിട്ടൊക്കെ കടന്നു വന്ന സ്പൈറോയെ മുഴുവൻ സംശയിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ ബുദ്ധ ഭിക്ഷുക്കൾ കൊണ്ടെത്തിച്ചു. Human mind cannot know the truth. മനുഷ്യ മനസ്സ് ഒരു കാലത്തും ദൈവത്തിന്റെ സത്യം അറിയുകയില്ല എന്നുള്ള കൺക്ലൂഷനിലെത്തി. Why? എന്തുകൊണ്ട്? Because the Buddha said that there is no God. കാരണം ബോധോദയം ഉണ്ടായിക്കഴിഞ്ഞപ്പം ബുദ്ധന് മനസ്സിലായത് ദൈവം എന്ന് പറഞ്ഞ ഒന്നില്ലെന്നാണ്. Now the Buddha was not rejecting the God of the Bible. ബൈബിളിലുള്ളതായിരിക്കുന്ന ദൈവത്തെ ബുദ്ധൻ നിഷേധിച്ചില്ല. He was rejecting gods and goddesses of mythology. പുരാണങ്ങളിലുള്ളതായിരിക്കുന്ന ആയിരം ദൈവങ്ങളെ ദേവന്മാരെ ഒക്കെ മാത്രമാണ് ബുദ്ധൻ നിഷേധിച്ചത്. They are not true gods and goddesses. അവ യഥാർത്ഥത്തിലുള്ള ദേവന്മാരും ദേവിമാരും ആയിരുന്നില്ല എന്നുള്ളത് ബുദ്ധൻ. The problem is, if there is no God, ദൈവം ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. then what's there in the beginning? അങ്ങനെയാണെങ്കിൽ ആദിയിൽ എന്താണ് ഉണ്ടായിരുന്നത്? There is no logos. ആദിയിൽ അതുകൊണ്ട് വചനവുമില്ല. There is no logic. അവിടെ യുക്തി. There is no sense. ഒരു ബുദ്ധിതലത്തിൽ ഒന്നും അവിടെ ഇല്ല. There is no word. വചനം ആദിയിലില്ല. There is silence. തികഞ്ഞ നിശബ്ദത. Silence is ignorance. നിശബ്ദത എന്ന് പറഞ്ഞാൽ അജ്ഞതയാണ്, അറിവില്ലായ്മ. The Buddha had a technical word for that. ബുദ്ധന് ഒരു സാങ്കേതിക പദം കൊണ്ടാണ് ആ അവസ്ഥയെ വിശേഷിപ്പിച്ചത്. He called it avidya. അവിദ്യ എന്നുള്ള പദം വിദ്യയ്ക്ക് നേരെ എതിര്, അതാണ് ബുദ്ധൻ ഉപയോഗിച്ചത്. That's primordial ignorance, absence of knowledge, absence of wisdom. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും തികഞ്ഞ അഭാവം എന്നുള്ള അർത്ഥത്തിൽ അവിദ്യ എന്ന് പറയുന്ന ശൂന്യതയാണ് ബുദ്ധൻ വിവരിച്ചത്. So in the beginning is ignorance. ആദിയിൽ ശൂന്യത, അജ്ഞത. Ignorance has created everything. അതുകൊണ്ട് ആ അജ്ഞതയാണ് ഈ കാണുന്ന ദൃശ്യ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. Human mind is a product of ignorance. മനുഷ്യ മനസ്സ് തന്നെ ആ അജ്ഞതയുടെ ഒരു പരിണത ഫലമാണ്. Therefore human mind cannot know the truth. അതുകൊണ്ട് മനുഷ്യ മനസ്സുകൊണ്ട് ഒരു കാലത്തും സത്യം ഗ്രഹിക്കുക അസാധ്യമാണ്. You can't know the truth through the mind, through logic. You have to kill the mind through meditation in order to know the truth. അതുകൊണ്ട് മനുഷ്യ മനസ്സുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സത്യം അറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യ മനസ്സിനെ കൊല്ലുന്ന പ്രക്രിയയിലൂടെ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. So meditation becomes a process of emptying your mind, silencing your mind. ധ്യാനത്തിലൂടെ മാത്രമേ ഇത് കഴിയുള്ളൂ. ധ്യാനമെന്ന് പറഞ്ഞാൽ ഒറ്റവാചകത്തിൽ നിർവചിച്ചു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സിനെ തികച്ചും നിശബ്ദമാക്കി മനസ്സിനെ ശൂന്യമാക്കുന്ന പ്രവൃത്തിയാണ്. So when the mind reaches samadhi, there is absolute silence, absolute emptiness, no ideas, no thoughts. ഒരു മനുഷ്യ മനസ്സ് സാധനയിലൂടെ തികഞ്ഞ നിശബ്ദതയിലേക്ക് എത്തുമ്പോൾ തികഞ്ഞ ശൂന്യതയുമാണ്, അവിടെ ഒന്നുമില്ല. So you are enlightened by emptying your mind. അതുകൊണ്ട് നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാകുന്നത് ബുദ്ധന്റെ കണ്ടെത്തൽ അനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ഒഴിച്ച് ശൂന്യവൽക്കരിക്കുന്നതിലൂടെയാണ്. Therefore, since Upanishadic time, since Buddha's time, India didn't believe that the human mind can know truth. അതുകൊണ്ട് ശ്രീബുദ്ധന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള പഠിച്ചിരുന്നവർ, ജ്ഞാനികളായിരുന്നവർ വിശ്വസിച്ചിരുന്നത് മനുഷ്യ മനസ്സിന് ഒരിക്കലും സത്യത്തെ ഗ്രഹിപ്പാൻ കഴിയുമായിരുന്നില്ല. Satyamev Jayate is our national motto. നമ്മുടെ ദേശീയമായിരിക്കുന്ന ഒരു ആപ്തവാക്യമാണ് സത്യമേവ ജയതേ, സത്യം മാത്രം ജയിക്കും. It comes from Pandit Madan Mohan Malviya, who made it the motto of Banaras Hindu University. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ ആണ് ഭാരതത്തിന് ഇന്ന് നാം ഉപയോഗിക്കുന്ന സത്യമേവ ജയതേ എന്നുള്ള ആപ്തവാക്യത്തിന്റെ
സൃഷ്ടാവ്. Madan Mohan Malviya got it from Jyotiba Phule, who made Satyamev Jayate his personal motto. വ്യക്തിപരമായ നിലയിൽ തനിക്ക് മുൻപുണ്ടായിരുന്ന Jyotiba Phule. ജ്യോതിബ ഫുലെ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് ആപ്തവാക്യമായി എടുത്തിരുന്നതാണ് സത്യം മാത്രമേ ജയിക്കൂ എന്നുള്ളത്. ആ വ്യക്തിയിൽ നിന്നാണ് ഈ മദൻ മോഹൻ മാളവ്യ ഇത് പ്രചരിപ്പിച്ചത്.